Celebrating 50 years. Majestic Jewelers. സമ്പൂർണ്ണ ലോക്ക്ഡൌൺ ആയ ശനിയും ഞായറും എല്ലാ കടകളും തുറക്കുമെന്ന് ടി നസറുദ്ദീൻ. മുഖ്യമന്ത്രിയുമായുള്ള ചർച്ചയുടെ തീരുമാനം എന്തായാലും കടകൾ തുറക്കുമെന്ന കാര്യത്തിൽ മാറ്റമുണ്ടാകില്ലെന്നും ടി നസറുദ്ദീൻ അറിയിച്ചു. ഞങ്ങളുടെ നിയമലംഘനം ചെയ്ത ഗവൺമെന്റാണ്. ഞങ്ങൾക്ക് തുറക്കാനുള്ള അവകാശം തന്നുകൊണ്ടാണ് ലൈസൻസ് തന്നത്. അതിന് ഫീസ് അടച്ച് ലൈസൻസ് വാങ്ങി. ആ ലൈസൻസ് പ്രകാരം 4 ദിവസത്തിൽ കൂടുതൽ കളക്ടർമാർക്ക് വീഡിയോ പൊട്ടിക്കാൻ അധികാരമില്ല. അത് തന്നെ വർഗീയ നാച്ചുറൽ കലാമിറ്റീസ് നാച്ചുറൽ കലാമിറ്റീസ് കൂട്ടിയാലും ഇത് 700 ദിവസം പൂട്ടി ജനങ്ങൾക്ക് വേണ്ടി. നിങ്ങൾ പറഞ്ഞ് ശനിയും ഞായറും പൂട്ടി അവർ കോവിഡ് പോകുന്നത്. ഞാൻ പറഞ്ഞ അങ്ങനെയല്ല. കോവിഡ് പോകുന്നുണ്ട്, ശനി ഞായറും തിങ്കളും പൂട്ടാ പോകുന്നില്ലല്ലോ. 4 മാസമായി ശനിയും ഞായറും പൂട്ടിയിട്ട് എന്തുണ്ടായി? ഇത് വിദഗ്ധന്മാർ പറയുന്നത് വിദഗ്ധന്മാരെന്ന് പറഞ്ഞ് എന്ത് വിദഗ്ധന്മാരാണ് പറയുന്നത്? ഞങ്ങളൊക്കെ 50 കൊല്ലമായി കച്ചവടം ചെയ്ത് പ്രായോഗിക ബുദ്ധിയുള്ള ജനങ്ങളായിട്ട് ബന്ധപ്പെട്ടവരാണ്. നാട്ടിന്റെ സ്പന്ദന പറയുന്നത് അവരോട് ചർച്ച ചെയ്തിട്ട് തീരുമാനിക്കണം. ഇപ്പൊ പലതും മാറ്റി. പെട്രോൾ പമ്പ് ഒരു ദിവസം പൂട്ടും, വർക്ക്ഷോപ്പ് വേറെ ദിവസം പൂട്ടും. രണ്ടും കൂടിയിട്ട് മുട്ടി. ചെരുപ്പ് ഇട്ട് നോക്കാൻ പാടില്ല എന്ന് മുഖ്യമന്ത്രി. ഇട്ട് നോക്കിയാൽ കോവിഡ് മറ്റൊന്റെ കാലിലേക്ക് വരും. ചെരുപ്പിടാതെ ആരെങ്കിലും നോക്കാതെ വന്നു. വ്യാപാരികളുമായി മുഖ്യമന്ത്രി നടത്തുന്ന ചർച്ച ഇന്ന് വൈകിട്ട് 3:30 തിരുവനന്തപുരത്ത് നടക്കും. എല്ലാ ദിവസവും കടകൾ തുറക്കണമെന്ന ആവശ്യമാണ് വ്യാപാരികൾ സർക്കാരിന് മുന്നിൽ ഉന്നയിച്ചിരിക്കുന്നത്. വേർതിരിവില്ലാതെ വ്യാപാര സ്ഥാപനങ്ങൾ തുറക്കാൻ അനുവദിക്കണം. മുഖ്യമന്ത്രി ആരെയും ഭയപ്പെടുത്താൻ നോക്കേണ്ട. വിരട്ടലുകൾ ഒരുപാട് കണ്ടിട്ടുണ്ട്. അത് വില പോകില്ല. ആവശ്യങ്ങൾ അംഗീകരിച്ചില്ലെങ്കിൽ പ്രതിഷേധിക്കുകയും ചെയ്യുമെന്നും ടി നസറുദ്ദീൻ പറഞ്ഞു. ഞങ്ങളും ജനാധിപത്യത്തിൽ കൂടി ഇലക്ഷനും ഇതൊക്കെ കണ്ട ആളുകളല്ലേ. അതുകൊണ്ട് അതൊന്നും വേണ്ട, വിരട്ടലൊന്നും ആരുടെ ഭാഗത്തൊന്നും വേണ്ട. ഞങ്ങള് ജനങ്ങൾക്ക് വേണ്ടിയാണ് ഇതൊക്കെ സഹിക്കുന്നത്. ഇപ്പോൾ നമ്മളുടെ ഈ സമരത്തിന് പിൻബലം ഒരു രാഷ്ട്രീയ പ്രേരിതമല്ല. അതുകൊണ്ട് ഞങ്ങൾ വിചാരിച്ച സമരം നടത്താനോ ഞങ്ങൾ പിൻവലിക്കാനും കഴിയും. രാഷ്ട്രീയ പ്രേരിതമായ സമരങ്ങളാണെങ്കിൽ അവിടുന്ന് ഓർഡർ വന്നാലും പിൻവലിക്കാൻ കഴിയും. ഇവിടെ അതൊന്നുമില്ല. ഇതൊക്കെ മുഖ്യമന്ത്രിക്കൊക്കെ മനസ്സിലായിട്ടുണ്ട്. ഉദ്യോഗസ്ഥന്മാരോട് രാവിലെ സംസാരിക്കുന്നുണ്ട്. 3:30 മണി ഞങ്ങളെ വിളിച്ചിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ മുറിയിൽ പോയി സംസാരിച്ച് തീരുമാനത്തിലെത്തും. താൽക്കാലിക തീരുമാനമൊന്നും ഉണ്ടാകും. പെർമനന്റ് തീരുമാനം പൈത്താനുണ്ടാവും.